നമസ്കാരം, എല്ലാവർക്കും കുമാർക്കണത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിശ്രേഷ്ഠവും അതിസമ്പന്നവുമായ ഒരു മന്ത്രത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ 8 ഗോപാല മന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യാരാജഗോപാല മന്ത്രത്തെക്കുറിച്ചാണ്. വിദ്യാരാജഗോപാല മന്ത്രം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കും വരുന്നത് സപ്താഹ വേദികൾ അല്ലെങ്കിൽ നവാഹ വേദികളിൽ യജ്ഞാചാര്യൻ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കർമ്മത്തെക്കുറിച്ചാണ്. എന്നിരുന്നാലും ഇത് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീടുകളിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികളുണ്ടാകുന്ന ഒരു പഠന വിരക്തി, കുറച്ച് നാളുകളായിട്ട് നല്ല രീതിയിൽ വിദ്യാഭ്യാസം മുൻപോട്ട് കൊണ്ടുപോകുന്ന കുട്ടികളിൽ പെട്ടെന്ന് അവരുടെ ആ ഒരു വിദ്യാഭ്യാസ നിലവാരം കുറയുകയും പഠനത്തോട് വിരക്തി കാണിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഈ വിദ്യാരാജഗോപാല മന്ത്രം വീടുകളിൽ ജീവിക്കുകയാണെങ്കിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. കൂടാതെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻ്റലക്ച്വൽ വർദ്ധിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ കുറേ നാളുകളായി ഇഷ്ടപ്പെട്ട ജോലി നോക്കുന്നവർക്കും, അല്ലെങ്കിൽ ജോലിയിൽ ഇരുന്നുകൊണ്ടും നല്ല നല്ല പ്രൊമോഷൻ നോക്കുന്നവർക്കുമെല്ലാം അവരുടെ ഇൻ്റലക്ച്വൽ വർദ്ധിപ്പിക്കുന്നതിനും എല്ലാ ദിവസവും ഈ വിദ്യാരാജഗോപാല മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. അത് ജപിക്കുന്നത് 21 തവണ 31 108 എന്ന രീതിയിൽ ജപിക്കാം. ഓരോരുത്തരുടെയും സമയപരിധി അനുസരിച്ച് നമുക്ക് എല്ലാ ദിവസവും ജപിക്കാവുന്നതാണ്. വളരെയധികം ശുദ്ധിയോടും വൃത്തിയോടും കൂടി കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ രക്ഷിതാക്കളും കുട്ടിയും കൂടി ഇരുന്ന് വിളക്ക് കത്തിച്ച ശേഷം ഈ ഒരു മന്ത്രം വളരെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കേണ്ടതാണ്. മന്ത്രം ഇങ്ങനെയാണ് ജപിക്കേണ്ടത്: കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേഷ വിദ്യാമാശു പ്രയച്ഛമേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേഷ വിദ്യാമാശു പ്രയച്ഛമേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേഷ വിദ്യാമാശു പ്രയച്ഛമേ. ഇങ്ങനെ ജപിക്കുവാണെങ്കിൽ ഒരു 21 തവണയൊക്കെ നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുമെങ്കിൽ, കുട്ടികളെ ഇരുത്തി ജപിക്കാൻ പറ്റുമെങ്കിൽ, കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ അവരുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരുന്നതായി നമുക്ക് കാണാം. അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് ഉദ്യോഗം നോക്കിയിരിക്കുന്നവർക്ക് ചെറിയ ചെറിയ സാഹചര്യങ്ങളൊക്കെ വരുന്നതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ കൃഷ്ണൻ്റെ ക്ഷേത്രങ്ങളിൽ പോയി കദളിപ്പഴത്തിൽ 3 കദളിപ്പഴം നേരിച്ച് വിദ്യാരാജഗോപാല മന്ത്രം ഉരുവിട്ട് അത് കഴിക്കുന്നതുമൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ വിദ്യാരാജഗോപാല മന്ത്രം വീടുകളിൽ ജപിക്കുമ്പോൾ, കുറേ നാൾ ജപിക്കുമ്പോൾ അതിനൊരു മന്ത്രസിദ്ധി കൈവരിക്കുമെന്നാണ് പറയുന്നത്. കുറേ നാളുകൾ ജപിക്കുമ്പോൾ അതൊരു 2-3 ലക്ഷമൊക്കെ ഉരുവൊക്കെ ആകുമ്പോൾ നമ്മളിലേക്ക് തന്നെ ആ ഒരു രാജഗോപാല മന്ത്രത്തിൻ്റെ ശക്തി അതിതീവ്രമായിട്ട് വരികയും പിന്നീട് അതൊരു കവചമായി മാറുകയും നമ്മൾ എവിടെ പോയാലും ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുകയും നമ്മളിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ഈ ഒരു മന്ത്രത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് മന്ത്രങ്ങളെ രാജാവ്, അല്ലെങ്കിൽ 8 ഗോപാല മന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് വിദ്യാരാജഗോപാല മന്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഭഗവാനെ വിചാരിച്ച് പ്രാർത്ഥിച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുന്നതാണ്.